ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും വീട്ടിലെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു 1/2 kg ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇപ്പോൾ കുറച്ചിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഇവിടെ ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ടേനു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കഴി വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടേനു. ഈ മസാലകളെല്ലാം ബീഫിലോട്ട് പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഓൾറെഡി നമ്മുടെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ, അതുകൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി അഥവാ ചില ബീഫിന് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവുമല്ലോ, അപ്പം നമ്മുടെ അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. എനിക്കിവിടെ ആകെ 5-6 വിസിലേ ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ ഓരോ ബീഫിനും ഓരോ വേവാണല്ലോ. എന്നിട്ട് ഞാനതാ നമ്മുടെ ബീഫ് റോസ്റ്റിന് വേണ്ട ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാന് ചൂടാക്കിയതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഈ ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചിയില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ എരിവാണല്ലോ, അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഞാൻ ഇവിടെ 4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. എനിക്കിവിടെ ആകെ കുറച്ച് ചെറിയുള്ളി ഉണ്ടായിട്ടുള്ളൂ, ആണ് ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം വലിയുള്ളിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ചെറിയുള്ളിയിൽ റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴാട്ടോ. അപ്പം മാക്സിമം ചെറിയുള്ളി തന്നെ എടുക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു ഉള്ളി കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ദാ ഉള്ളി അത്യാവശ്യം വെന്ത് തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയതാണ്. ഉള്ളിയൊക്കെ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിതാ ഇതിലേക്കൊരു തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു. ചിലർ തക്കാളി ഇടാറില്ല. ഞാൻ ഇവിടെ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെറുതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതൊന്ന് അത്യാവശ്യം നല്ലോണം സോഫ്റ്റായി അതേപോലെ നല്ലോണം ഉടഞ്ഞ് കിട്ടുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് മസാലയും അതേപോലെ ബീഫും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലോണം ഉടഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കാശ്മീരി ഒക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണോളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പില എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫില്ലേ അത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തിൽ ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി നമ്മുടെ ബീഫിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാട്ടോ. ഇതാ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വേഗം തന്നെ വറ്റി കിട്ടും കേട്ടോ. പിന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത്, അപ്പം വേഗം അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ടില്ലേ, നമ്മുടെ ഇവിടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ എടുത്ത ബീഫിൽ അത്യാവശ്യം നല്ല നെയ്യ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഓയിൽ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതാ ബീഫ് ഏറെക്കുറെ നല്ലോണം അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ബീഫ് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല കേട്ടോ, ഈ ഒരു രീതിക്ക് എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളിതാ ഈ ഒരു റോസ്റ്റിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ വല്ലാണ്ട് ഡ്രൈ ആക്കാത്തതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും അതേപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.